ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. പക്ഷേ വെരി റിലവൻറ്റ്, വെരി റിലവൻറ്റ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ആ വിഷയമെന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ. ഇന്ത്യ വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹങ്ങളെക്കുറിച്ചാണ്, അതായത് ചാര ഉപഗ്രഹങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ ഒരു വമ്പൻ ഓപ്പറേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അലയൊലികൾ ഇപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വമ്പൻ ഓപ്പറേഷന് ധാരാളം പരിമിതികളുണ്ടായിരുന്നു. ഉറപ്പായും പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ ആ പരിമിതികളെല്ലാം തന്നെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്ന രീതിയിൽ ഇന്ത്യൻ സൈനികരുടെ DRDOയുടെ ബുദ്ധി പ്രവർത്തിച്ചതാണ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും വിജയമാകാനുള്ള കാരണം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്, ഒരുപാട് പരിമിതികളുണ്ട്, എങ്കിലും ഇപ്പോ വളരെ സ്പീഡിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതി എന്ന് പറയുന്നത് നമുക്ക് ഈ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതല്ല, നമുക്ക് സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളുടെ റെസല്യൂഷൻ അടക്കം വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോ യുദ്ധക്കളത്തിൽ നമ്മുടെ സൈനികർ നേരിട്ട ഏറ്റവും വലിയ പരിമിതി അതിന്റെ തന്ത്രപരമായ വിലയിരുത്തൽ നടത്തി. തന്ത്രപരമായ വിലയിരുത്തലിലൂടെ ഇതിനെല്ലാം ഓവർകം ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ തദ്ദേശീയ ഭൗമ നിരീക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് പല വശങ്ങളിലും പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള പരിമിതികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു പരിമിതി എന്ന് പറയുന്നത്, നമുക്ക് കാർട്ടോസാറ്റ് 3 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമുണ്ട്. ഇപ്പൊ 30 സെന്റിമീറ്റർ എന്ന നാമമാത്ര റെസല്യൂഷനോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വാഹനം, പീരങ്കി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഇത് പ്രാപ്തമാണ്. എന്നിരുന്നാലും ഉയർന്ന ഇമേജിംഗ് കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും കാർട്ടോസാറ്റ് 3 ഒരു ഒറ്റപ്പെട്ട പരിക്രമ കോൺഫിഗറേഷനിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് ആ സമയത്ത് നേരിട്ട ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത് ഇന്ത്യക്ക് നേരിട്ട വെല്ലുവിളി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ചൈന ആ സമയത്ത് പാകിസ്ഥാന് അവരുടെ മുന്തിയ ഇനം സാറ്റലൈറ്റ് ആക്സസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 52 ചാര ഉപഗ്രഹങ്ങൾ 26,000 കോടി മുടക്കി ഇന്ത്യ വിന്യസിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. വിന്യസിക്കാനായിട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്, അത് വിന്യസിച്ച് കഴിയണം. കാരണം ഈ ന്യൂസ് ഇന്ത്യ മലയാളം ഈ വാർത്ത 2 മാസം മുമ്പ് കൊടുത്തതാണ്. ഇപ്പോഴേക്കും അതിന്റെ പണി ഏകദേശം പൂർത്തിയായി കഴിയണം. അങ്ങനെ വിന്യസിച്ച് കഴിയുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല ആൾക്കാരും വിചാരിക്കും ഈ ആകാശത്തേക്ക് ഇത് വിട്ടാല്, സാറ്റലൈറ്റ് വിട്ടാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നൊക്കെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ വരുമാന സാധ്യത എന്ന് പറയുന്നത് അതിഭീകരം. ഒരു സാറ്റലൈറ്റ് ഇമേജിനിങ്ങിന് നമ്മൾ മേടിക്കുന്ന തുക 300 കോടി രൂപയാണ്. അതായത് നമ്മളൊരു സാറ്റലൈറ്റ് ഇമേജ് എടുത്ത് ആ സാറ്റലൈറ്റ് ഇമേജ് വേറൊരു രാജ്യത്തിന് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 300 കോടി രൂപയാണ്. ഒരൊറ്റ ഒരെണ്ണത്തിന് നമുക്ക് കിട്ടുന്നത് 300 കോടി രൂപയാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഗ്ലോബൽ സൗത്തില് സുപ്രമസി ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യക്ക് ഇന്ന് ബ്രിക്സ് ഉണ്ട്, GCC ഉണ്ട്, ആസിയാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിൽ സ്പൈ സർവീസ് പ്രൊവൈഡർ ഇന്ത്യ ആകാൻ പോവുകയാണ്. ഇത് വലിയ വാർത്തയാണ്. ഇന്ത്യ അവർക്കിടയിൽ സ്പൈ സർവീസ് പ്രൊവൈഡർ ആവാൻ പോകുന്നു. അതായത് ഈ സാറ്റലൈറ്റ് നമ്മൾ മുകളിൽ നിക്ഷേപിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ചെറിയൊരു ഉദാഹരണം, നമ്മുടെ നാട്ടിൽ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ കപ്പൽ വഴി സമുദ്ര നിരീക്ഷണം, കൊള്ളക്കാരെ നമുക്ക് നിരീക്ഷിക്കാം. ചൈനയുടെ അവന്റെ ഗർഭപാത്രം വരെ പോയി നിരീക്ഷിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പാകിസ്ഥാനെ നിരീക്ഷിക്കാം. അങ്ങനെ സകല ആൾക്കാരെയും നിരീക്ഷിക്കാനുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് നടത്താനുള്ള, അതായത് ഇതുണ്ടെങ്കിൽ നമ്മുടെ പകുതി പണി കുറഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പൊ പാകിസ്ഥാൻ അവിടെ കൊണ്ടുവന്ന് പീരങ്കികളും ബങ്കറും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മൾ ഇത് അറിയുന്നതിനെക്കാട്ടിലും ഇവന്മാരിത് തുടങ്ങുമ്പോഴേ നമ്മൾ സാറ്റലൈറ്റ് വഴി ഈ കാര്യങ്ങൾ അറിയുന്നു. ഇത് അറിഞ്ഞ ശേഷം അപ്പൊ നമുക്ക് അത്ര വലിയ ഒരു ഡാമേജ് ഉണ്ടാവില്ല. കാരണം ആ സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള മറുപണി ചെയ്യുകയാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് കാര്യം പോവുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ആസിയാൻ രാജ്യങ്ങൾക്കിടയിലും ബ്രിക്സിലും GCCയിലും അടക്കം ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ സൗത്തിൽ ഒരു സ്പേസ് സുപ്രമസി സമ്പൂർണ്ണമായിട്ട് ലഭിക്കാൻ, ചൈനയെ കവച്ചു വയ്ക്കുന്ന ഒരു സുപ്രമസിയാണ് ലഭിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് ഇന്ത്യ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്ത്. വേറൊരു വാർത്ത ഇന്നലെ രസകരമല്ല, അത് സങ്കടകരമാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. നമ്മുടെ
ബംഗ്ലാദേശിലെ ഒരു വിമാനം തകർന്നു വീണിട്ടുണ്ട്. അത് ചൈന കൊടുത്ത ഒരു വിമാനമാണ്. ചൈന കൊടുത്ത ഈ വിമാനം തകർന്നു വീണ ശേഷം യവന്മാർ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ചൈനയുടെ കയ്യിൽ നിന്ന് വിമാനം വാങ്ങിച്ച ആൾക്കാരല്ല. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഒരുപാടായി ഇത് തകർന്ന് ഇങ്ങനെ വീഴുന്നു. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഈ ചൈനയുടെ വിമാനങ്ങളെല്ലാം എടുത്ത് തോട്ടിലെറിയാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്ത് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ചൈനയുടെ സാറ്റലൈറ്റ് ഇമേജിനിങ്ങിനാണെങ്കിലും ഈ വിമാനങ്ങൾക്കാണെങ്കിലും ആയുധ വിപണിക്കാണെങ്കിലും എല്ലാം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്ലോബൽ സുപ്രമസിയിൽ ഒരു ഏഷ്യയുടെ ഒരു സുപ്രീം ആവും ഇന്ത്യ എന്ന് നമ്മൾ പറയാനുള്ള കാരണം ചൈന അവിടെ ഇപ്പുറത്തെ സൈഡിൽ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചൈനയുടെ ആയുധങ്ങളെല്ലാം അതിന്റെ ശേഷിയെല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ തടയിടാൻ ഇപ്പൊ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കം പണി തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഈ അമേരിക്കയ്ക്കാണ് ഇവരുടെ ഈ സാറ്റലൈറ്റിന്റെ ഈ ഉണ്ടാക്കുന്ന ഒരുപാട് നല്ല കിടുക്കാച്ചിയായിട്ടുള്ള കമ്പനികളുള്ളത്. അമേരിക്ക നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, പോകരുത്, പോയാൽ ഇപ്പം അയാൾക്ക് കൊടുത്തല്ലോ, മറ്റേ അയാൾ പറഞ്ഞത് ഇലോൺ മസ്കിന് ഇന്ത്യയിലോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ പൂട്ടിക്കെട്ടു എന്ന് പറയുന്നത് പോലെ ഇവർക്ക് നാണം ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളിത് DRDOയ്ക്ക് കൊടുത്തിരിക്കുക, നമ്മൾ വികസിപ്പിച്ചോളാം, നിന്റെ ഒന്നും സൗകര്യം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഈ സാറ്റലൈറ്റിൽ ഇന്ത്യ ഒരു ഗ്ലോബൽ സുപ്രമസി ആകുമ്പോൾ ഭയപ്പെടേണ്ടത് യൂറോപ്പാണോ അല്ലെങ്കിൽ ചൈനയാണോ? എന്തിനാണ് ഇവർ ഭയപ്പെടേണ്ട ഒരു ആവശ്യകത? ഇവർക്ക് എന്തിനാണ് ഭയപ്പെടേണ്ട ഒരു ആവശ്യകത? കാരണം ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഇന്ത്യ ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. ഇന്ത്യക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അപ്പൊ ചൈന ഒരെണ്ണം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിന്റെ ദുരുദ്ദേശം ഉണ്ടെന്ന്. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് പേടിയാണ്. എന്താണ് നമ്മുടെ ഈ ആദ്യം തന്നെ നമുക്ക് ഈ ചൈനീസ് വിമാനം തകർന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് അടുത്ത കാലത്ത് പോകും. അതൊരു നമുക്ക് കാരണം നമ്മുടെ ഈ MiG-21 ഇന്ന് നമുക്ക് വന്നൊരു പ്രധാന വാർത്ത, നമ്മുടെ നാഷണൽ ലെവലിൽ വന്നൊരു പ്രധാന വാർത്ത, നമ്മുടെ MiG-21 വിടവാങ്ങുകയാണ് നമ്മുടെ സേനയിൽ നിന്ന്. ഏതാണ്ട് 62 വർഷത്തോളം, ഏതാണ്ട് പതിറ്റാണ്ടോളം നമ്മുടെ സൈന്യത്തിന് സേവനമനുഷ്ഠിച്ചു. എനിക്ക് തോന്നുന്നു MiG-21 അവസാനമായി നമ്മൾ കേൾക്കുന്നത് ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ അതിൽ യൂസ് ചെയ്തിരുന്നു MiG-21 എന്നായിരുന്നു. ഇപ്പോ MiG-21 നമ്മുടെ സേനയിൽ നിന്ന് വിട പറയുകയാണ്. കാരണം നമുക്കിപ്പോൾ പുതിയ പുതിയ വിമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഈ MiG-21 ബദലായിട്ട് ചൈന ഇറക്കിയ വിമാനമാണ് ഈ പറയുന്ന F7. ഈ കാരണം അങ്ങനെയാണല്ലോ, ചൈന ആരെങ്കിലും ലോകത്ത് വിമാനം ഇറക്കി ഉടനെ ഞങ്ങൾ അതിന്റെ ബദൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറക്കുന്നത്, വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ബദൽ. അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഏതായാലും F7 എന്ന് പറയുന്ന വിമാനം ഇവർ ഇറക്കി. ഇവര് 11 രാജ്യങ്ങളിൽ ഇത് സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പൊ 11 രാജ്യങ്ങളുണ്ട് ഇത്. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, അതുപോലെ മ്യാൻമാർ, നൈജീരിയ, സിംബാബ്വെ, ഉത്തര കൊറിയ തുടങ്ങിയ 11 രാജ്യങ്ങളിൽ ഇത് ഇപ്പോഴും അവർ സൈന്യത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത് വാങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവ് കുറവാണ്, അതായത് പൈസ കുറവാണ് ഇത് വാങ്ങാൻ. പക്ഷെ ഇപ്പോഴിത് അഭിപരീത പ്രശ്നം. ഇത് ആദ്യം തന്നെ ചൈനയിൽ പലവട്ടം ഇത് തകർന്നു വീണിട്ടുണ്ട് ഈ വിമാനം. സേനയിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. കാരണം ഇതിന്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഇതുപോലെയുള്ള രാജ്യങ്ങൾ, ഇപ്പൊ ഞാൻ ഈ നേരത്തെ പേര് പറഞ്ഞ പോലത്തെയുള്ള രാജ്യങ്ങൾക്ക് വാങ്ങാൻ എളുപ്പമാണ്. കാരണം വലിയ സാമ്പത്തികമില്ല. എന്നാൽ പറയുമ്പം MiG-21 ബദൽ എന്നുള്ള രീതിയിലും കൂടെ ഒക്കെയാണ്. അതാണ് ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളായിട്ട് ചൈനയുടെ കള്ളികൾ അല്ലെങ്കിൽ പുറമ്പുണ്ടാകുന്ന ഒരു ലക്ഷണം കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ പാകിസ്ഥാനിൽ നൽകിയ ആയുധങ്ങളൊക്കെ അമ്പെ പരാജയപ്പെട്ടു പോകുന്നൊരു കാര്യം. പ്രത്യേകിച്ച് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പട്ടാപ്പകലാണ് അതിനകത്ത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ തകർത്തത്, ഡ്രോൺ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. മറ്റൊന്ന് അവരുടെ വിമാനങ്ങൾ തകർന്നു വീഴുന്നു. അങ്ങനെ ഒരു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശില് അവരുടെ പഴക്കം ചെന്ന വിമാനമാണ് എങ്കിൽ പോലും അതിനെ ഒരു ചോദ്യചിഹ്നം ഉയർന്നു. ഇതൊക്കെ വരുന്നത് ചൈനയുടെ ഈ ആയുധ കമ്പോളത്തിൽ അവരുടെ ഈ ആയുധ ഓഹരി വിപണിയിൽ അവർക്ക് വലിയ ഇടിവാണ് സംഭവിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ ഒരു പടി കൂടെ മുന്നിൽ കടന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വിഷയം എടുത്തത് വളരെ നന്നായി എന്ന് തോന്നുന്നു. കാരണം എല്ലാ മാധ്യമങ്ങളും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നത് ഇന്ത്യയുടെ പുതിയ മിസൈൽ പരീക്ഷണങ്ങളും ദീർഘദൂര മിസൈലിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ കൊണ്ടാണ്. പക്ഷെ ഈ ഉപഗ്രഹങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും ആ ഉപഗ്രഹങ്ങളിലൂടെ ഇന്ത്യ എങ്ങനെ ലോകത്തെ ഒരു വലിയ പവറായി മാറുമെന്നും പലരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ശരിച്ചു പറഞ്ഞത്, ഈ ഉപഗ്രഹം എന്ത് സംഭവിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇന്ന് ലോകം മുഴുവൻ ഉപഗ്രഹങ്ങളാണ്. നമുക്കറിയാം അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് വാജ്പേയി രണ്ടാമത്തെ പൊക്രാനില് അണുപരീക്ഷണം നടത്തിയത്. അത് എങ്ങനെയാണ് പറ്റിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് സിനിമകൾ വരെ ഇറങ്ങുകയുണ്ടായി. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള തിയറികളുള്ള സിനിമകൾ വരെ അനവധി ഇറങ്ങുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ ലോകത്ത് ഈ സ്പൈ ഇങ്ങനെ ഡേറ്റാസുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്.
ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അനവധി രാജ്യങ്ങൾ ഇതുപോലെയുള്ള സ്പൈ ഷോട്ടുകളും മറ്റും ഇന്ത്യയും വാങ്ങുന്നുണ്ട്, ഉം. റഷ്യ വാങ്ങുന്നുണ്ട്, ഒരുപാട് അതെ. രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ആ ഒരു സ്പേസിലേക്ക് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്ന നിലയിലേക്ക് ഉയരുകയാണ്, കാര്യങ്ങൾ മാറുകയാണ്. ലോകത്തെ എല്ലാ ഉം. രാജ്യങ്ങൾക്കും ഈ ഉപഗ്രഹങ്ങൾ അവർ കൈമാറ്റം ചെയ്യും. ഇപ്പം അമേരിക്ക ആണെങ്കിൽ അവരുടെ നാറ്റോ സഖ്യങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആരും ഫ്രീ അല്ല കൊടുക്കുന്നത്, എങ്കിൽ പോലും ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇന്ത്യ ഇപ്പോൾ ഇരിക്കുന്ന 52 ഉപഗ്രഹങ്ങൾ ഈ സൈന്യത്തിന് ഗുണകരമായി എന്ന കാര്യങ്ങൾ മാത്രമല്ല, പകരം ഈ ഉം. കാർഷിക മേഖലയിൽ, അതായത് നമ്മുടെ കാട്ടുതീയ്, വെള്ളപ്പൊക്കം, ഡാം തകരുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലുള്ള ഉപഗ്രഹങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നിലവിൽ തന്നെ ഫ്രാൻസും ഇസ്രയേലും അമേരിക്കയും ഇന്ത്യയുടെ ഈ ഡേറ്റ വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വമ്പൻ ഉം. 3 രാജ്യങ്ങൾ നിലവിൽ ഇന്ത്യയുമായി അതിനുള്ള ധാരണയിൽ എത്തിയിരിക്കുന്നു, ഈ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡേറ്റാസ് അവർ വാങ്ങാൻ. കാരണം അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. ഇന്ത്യ ഈ ഉപഗ്രഹം വെക്കുമ്പോൾ ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും സൈനിക നിരീക്ഷണം 24/7 എന്ന നിലയിലേക്ക് പോവുകയും കൂടുതൽ റെസൊല്യൂഷനുള്ള ഇമേജുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഉപഗ്രഹങ്ങൾ, ഒപ്പം തന്നെ നൈറ്റ് വിഷൻസ് കൂടുതലുള്ള ഉപഗ്രഹങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി ഈ 3 രാജ്യങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് വാങ്ങാമെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ധനുഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപഗ്രഹം, അതായത് ഇത് ഏത് ആവശ്യത്തിനുള്ള ഉപഗ്രഹമാണോ ആ ഉപഗ്രഹത്തിന്റെ പ്രതിവർഷ വരുമാനമാണ് 300 കോടി രൂപ. അതിന് ഇവർ നൽകേണ്ട സർവീസ് ചാർജ് ആണത്. അങ്ങനെ ഈ 52 ഉപഗ്രഹങ്ങളിലേക്കാണ് ഇത് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഈ ഉപഗ്രഹങ്ങൾ എല്ലാവരും ഒരേ പർപ്പസിനല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഡേറ്റാസ് വാങ്ങുന്നത്. ഇപ്പോൾ ഈജിപ്റ്റ്, അതുപോലെ തന്നെ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവർ കൂടുതലും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അറിയാനും, കാരണം ഇന്ത്യയിലെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഒരുപാട് രാജ്യങ്ങൾക്ക് നമ്മൾ ആ സർവീസ് നൽകുന്നുണ്ട്. വളരെ അതെ. അക്യുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ ഇതിലെ ചില ഉം. ഉപഗ്രഹങ്ങൾ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഏറിയ ഉപഗ്രഹങ്ങളും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് സമുദ്ര നിരീക്ഷണം, സമുദ്രത്തിൽ കൂടെ വാർഷിപ്പുകൾ പോകുന്നതും ഒപ്പം തന്നെ അവരുടെ ചെറിയ മൂവ്മെന്റുകളും മറ്റുമൊക്കെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹം. ഇതിന് സ്വാഭാവികമായി തന്നെ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടാകും, ഫ്രാൻസിന് താല്പര്യമുണ്ടാകും. കാരണം അവരെല്ലാം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടക്കം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയിൽ അസ്വസ്ഥരാണ്. അപ്പോൾ അതിന്റെ ഒരു ആവശ്യകതയുണ്ട്. ഒപ്പം തന്നെ ഇനി അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ 24/7 പാകിസ്ഥാനിന്റെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ ഈ ഇമേജറികളും ഒപ്പം തന്നെ ഈ ഡാറ്റാസിനും അവർക്കും താല്പര്യം ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഫ്രാൻസിന് താല്പര്യം ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇത് ഇത്രയും ധൃതി പിടിച്ച് നമ്മളിത് ചെയ്യുവാനുണ്ടായ ഒരു കാരണം, ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള ഡേറ്റ ചൈന കൈമാറിയിരുന്നു, അവരുടെ ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്യാനും ഉം. അതിൽ നിന്ന് ഡേറ്റ കൈമാറുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഇന്ത്യ ഒരു പുതിയ കാൽവയ്പ്പിന് പുതിയതിലേക്ക് നീങ്ങുന്നു. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ ഈ ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചെലവ്, പക്ഷെ ആ ചെലവ് 5 കൊല്ലം കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ 300 കോടി ഉം. രൂപയുടെ കണക്കുകളും മറ്റും വെച്ചിട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ ഒരു വലിയ ഡ്രീം പ്രൊജക്ട് ഉണ്ട്. അത് കുറെ നാളുകളായി തുടങ്ങി, 2026 തന്നെ അത് ലോഞ്ച് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്റ്റാർ ലിങ്ക് ഉം. പോലെ നമ്മുടേതായിട്ട് മാത്രമുള്ള ഒരു ഇന്റർനെറ്റ് സംവിധാനം, അതിൽ നമ്മൾ ഭാരത് നെറ്റ് എന്നാണ് ഇപ്പോൾ അതിന് പേര് നൽകിയിരിക്കുന്നത്. അതിന് ഭാരത് നെറ്റ് എന്നൊരു അതെ. പേരിൽ തന്നെയാണോ വരുന്നതെന്ന് അറിയില്ല, പക്ഷെ ഭാരത് നെറ്റ് എന്നാണ് നമ്മൾ പേര് നൽകിയത്. കാരണം നമ്മളെ കണക്കിൽ ഇപ്പൊ റഷ്യ ഈ അടുത്ത കാലത്ത് സ്വന്തമായിട്ട് തന്നെ അവരുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വികസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചൈനയ്ക്ക് ഓൾറെഡി ഉണ്ടത്. അപ്പം നമ്മൾ ഇപ്പോഴും വിദേശ രാജ്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ GPS കാര്യങ്ങളും നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ സേന അത് മാറിയിട്ടുണ്ട്. സേന ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ വികസിച്ചിട്ടുള്ള നാവിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഭാരത് നെറ്റ് എന്ന് അതെ. പറയുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് വരുന്നു. സ്റ്റാർ ലിങ്ക് പോലെ ഉപഗ്രഹങ്ങൾ അനവധി വിക്ഷേപിച്ചുകൊണ്ട് സ്റ്റാർ ലിങ്കിന് ഉം. അതിനേക്കാൾ കിടപിടിക്കുന്ന രീതിയിൽ ഭാരത് നെറ്റ്. അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതില് ഈ നാവിഗേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ മണി ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള സിസ്റ്റവും ഓഫ്ലൈൻ ആയിട്ടും പ്രവർത്തിക്കും എന്നാണ് കേൾക്കുന്നത്. അതായത് ഓൺലൈൻ വേണമെന്നില്ല, നെറ്റ് ഇല്ലാത്തവർക്കും അത് ചെയ്യും. അതുകൂടാതെ തന്നെ ഒരു വലിയ വിപ്ലവം ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട്. 2500 രൂപയ്ക്ക് ഈ സ്മാർട്ട് ഫോൺ എല്ലാവർക്കും എത്തിക്കാൻ ഒരു വലിയ പദ്ധതി അണിയറകൾ തയ്യാറാകും. ഈ മൊബൈൽ കമ്പനികൾ കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ അത് ഒരു ആനുകൂല്യം, ടാക്സിലും മറ്റുമൊക്കെ ആനുകൂല്യം നൽകിക്കൊണ്ട് ചെറിയ ഡിസ്പ്ലേയിൽ, കാരണം ഈ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഈ നെറ്റിന്റെ സ്പീഡ് കൂടുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ മൊബൈൽ സേവനങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം കൂടി വരികയാണ്. അത് എനിക്ക് തോന്നുന്നത് അത് ഈ വർഷം തന്നെ ലോഞ്ച് ആകും. ഈ കുറഞ്ഞ ചെലവിൽ, അതിന് താഴെയാണ്, 2000 രൂപയ്ക്കും താഴെയാണ്, 1800 രൂപ എങ്ങാണ്ടാണ് അതിന്, അത്തരം മൊബൈലുകൾക്ക്. അതായത് ഉയർന്ന ബാറ്ററി ചാർജ് ഉണ്ട്. പിന്നെ വലിയ ഡിസ്പ്ലേ ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ വലിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത ആപ്പിളിന്റെയോ ഇല്ലെങ്കിൽ അതിന് കിടപിടിക്കുന്നതോ അങ്ങനല്ല, ചെറിയ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെയാണ്.
അതിൽ ടച്ച് ആയിരിക്കും അതിന്റെ കീപാഡ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും അത് വരുന്നു. ഉം, ഒപ്പം തന്നെ ഉം, ഭാരത് നെറ്റ് 2026 വരുമെന്നാണ് നിതിൻ ഗഡ്കരി മുമ്പൊരിക്കൽ പറഞ്ഞത്. ഉം, അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ടോൾ സംവിധാനങ്ങളെല്ലാം ഇനി ഈ ഉപഗ്രഹ സംവിധാനത്തിലേക്ക് മാറുകയും GPS മുഖേന നമ്മൾ ഓടുന്നതിന് മാത്രം പൈസ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും എന്ന് അദ്ദേഹം മുൻപ് പറയുകയുണ്ട്. അത് ഉം, 2026 ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അദ്ദേഹം ഒരു ടോൾ സിസ്റ്റം, പുതിയ ടോൾ നിരക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ടോൾ നിരക്ക് ആജീവനാന്ത ടോളായിരുന്നു ആദ്യം നമ്മുടെ സർക്കാർ പ്ലാൻ ചെയ്തിരുന്നത്. 15,000 രൂപ ഈ വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഉം, ടാക്സിനോടൊപ്പം തന്നെ ഈ ടോളും കൂടെ നൽകിയാൽ ആജീവനാന്ത കാലം നമുക്ക് യാത്ര ചെയ്യാം. ഈ ടോൾ ബൂത്തുകൾ വഴി നമുക്ക് യാത്ര ചെയ്യാം, ടോൾ അടയ്ക്കാതെ തന്നെ. കാരണം ഇത്രയും രൂപ അടച്ചിട്ട്. പക്ഷെ ആ ഉം, സിസ്റ്റം മാറ്റിയിട്ട് ഒരു വർഷത്തേക്ക് 3,000 രൂപ അല്ലെങ്കിൽ നമുക്ക് ഈ ടോളുകൾ, അതായത് നമുക്ക് ടോൾ കൊടുക്കാൻ കാത്തു നിൽക്കാതെ കടന്നു പോകാൻ കഴിയുന്ന സിസ്റ്റത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഉപഗ്രഹത്തിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ ടോൾ ബൂത്തിന്റെ ആവശ്യം പോലും ഇല്ല, വണ്ടി ഓടുമ്പോൾ തന്നെ. കാരണം അപ്പൊ നമ്പർ പ്ലേറ്റ് മാറ്റേണ്ടി വരും. അത് ആ ഓ, ഒരു പുതിയ നമ്പർ പ്ലേറ്റിലേക്ക് അത് മാറേണ്ടി വരും. കാരണം അതിൽ നിന്ന് ഉള്ള ഇത് വെച്ചിട്ട് ആ ഓടുന്ന ദൂരം അനുസരിച്ച് ടോൾ കൊടുത്താൽ മതി. അത് ഒരു പക്ഷേ വലിയ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും. അത് പല രാജ്യങ്ങളിലും ഉള്ളതാണ്. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യം എന്ന് പറയുമ്പോൾ വലിയൊരു രാജ്യമാണ്, ഗ്രാമാന്തരമുള്ള ഒരു രാജ്യം. ഈ നെറ്റ്വർക്കുകളൊക്കെ എല്ലായിടത്തും എത്തിയിട്ട് പോകുന്ന ഒരു രാജ്യം. അപ്പൊ അവിടെ അത് വലിയ റിസ്ക് തന്നെയാണ്. പല രാജ്യങ്ങളും, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ രാജ്യം വളരെ ചെറുതാണ്, അവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത് പോലെ അല്ല ഇന്ത്യയിൽ ഒരു കാര്യം. ഇന്ത്യയിൽ റോഡ് പണിയുന്ന ഒരു സംഭവമാണോ അമേരിക്കയെ നോക്കൂ, ഇല്ല സ്വിറ്റ്സർലൻഡിൽ നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഈ കിടക്കുന്ന രാജ്യം 13,600 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു രാജ്യം, പരപ്പിൽ കിടക്കുന്ന ഒരു രാജ്യം, വളരെ വിശാലമായ ഒരു രാജ്യം, കുന്നും മലയും നദിയും എന്താ പറയുന്നത് കടലും ഒക്കെ അടങ്ങിയ ഒരു രാജ്യം. ഒപ്പം തന്നെ എല്ലായിടത്തും ഇതിന്റെ കണക്ടിവിറ്റി എത്താത്ത ഒരു രാജ്യം. ആ രാജ്യത്തൊരു റോഡ് വരിക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെ, ഒരു ചരിത്രം തന്നെയാണത്. അപ്പം നമുക്ക് മറ്റൊരു രാജ്യത്തെ കമ്പയർ ചെയ്തുകൊണ്ട് അവിടെ ഇതുണ്ടല്ലോ ഇവിടെ, എന്നാൽ നമ്മൾ അവരേക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഡെവലപ്മെന്റ് പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മളും വികസനത്തിന്റെ പാതയിലാണ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ ഈ CPM-ന്റെ എനിക്ക് ഏത് മന്ത്രിയാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ശ്രീ പിണറായി വിജയൻ തന്നെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കക്കാർ ഇവിടെ വരും, അത് ഗോവിന്ദനാണെന്ന്, അമേരിക്കക്കാർ ഇവിടെ വരും ഇവിടുത്തെ റോഡ് കാണാനെന്ന് പറഞ്ഞ ഒരു പിണറായി നേതാവുണ്ടായിരുന്നു ഇവിടെ. പിണറായിയാണ് പറഞ്ഞത് അമേരിക്കക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ റോഡ് കാണാൻ. ന്യൂയോർക്കിലെ റോഡുകൾ കാരണം അദ്ദേഹത്തിന് പോലുള്ള റോഡുകളാണ്. റോഡുകളാണ് അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിദേശ യാത്ര നടത്തുന്നതാണ്. അദ്ദേഹം അനവധി വട്ടം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പോകുന്നതാണ്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ട് ഇവിടെയും അത്തരം ചില മാറ്റങ്ങൾ കാണുമ്പോഴാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ വികസനത്തിന്റെ കാര്യം പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ അണിയറയിൽ ഒരുക്കി വെച്ചിരുന്ന കുറെ ആയുധങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ ആയുധത്തിനായി നമ്മളെ സമീപിച്ചിട്ടുണ്ട്, നമ്മൾ അത് കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക്, കാരണം ഈ ഉപഗ്രഹത്തിന്റെ ഈ പരീക്ഷണവും കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങിയതല്ല. ഇനി ഇതിനേക്കാൾ വലിയ ഒരു പ്രയോജനം ഇന്ത്യയെ കൊണ്ട് അവർക്ക് ലഭിക്കും. കാരണം കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹം വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഹബ്ബായി ഇന്ത്യ മാറുകയാണ്. അത് ഇപ്പോഴല്ല, നേരത്തെ നമുക്കറിയാം. നമ്മുടെ വിക്ഷേപിക്കുന്ന പല ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിലും മറ്റു ചില രാജ്യങ്ങളുടെ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഉപഗ്രഹം വിക്ഷേപിക്കാൻ നാസയിലൊക്കെ ക്യൂ നിന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മളെക്കാൾ സാമ്പത്തികം കുറഞ്ഞ പല രാജ്യങ്ങളിലെ ഉപഗ്രഹം ഇപ്പൊ നമ്മൾ വിക്ഷേപിക്കുന്നുണ്ട്, നിലവിൽ വിക്ഷേപിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. ഈ ഉപഗ്രഹ വിക്ഷേപണ സമയത്ത് ആ ന്യൂസ് ഡീറ്റെയിൽസ് ആയിട്ട് വായിക്കുമ്പോൾ അതിൽ മറ്റു ചില രാജ്യങ്ങളുടെ കൂടെ ഉപഗ്രഹങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട് കുറഞ്ഞ ചിലവിൽ. നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ വിട്ടിരിക്കുന്ന 52 ഉപഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറുതാണ്, ചെലവ് കുറവാണ്, നല്ല റെസൊല്യൂഷനുള്ള ഇമേജുകൾ, ഒപ്പം തന്നെ നൈറ്റ് വിഷൻ ഉണ്ട്, 24x7 ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ അവരുടെ ഉപഗ്രഹങ്ങൾ നമുക്കിവിടെ വിക്ഷേപിക്കാൻ കഴിയും. അത് നമുക്ക് വലിയൊരു ഇൻകം നേടിത്തരും. ഇപ്പൊ ഈ മേഖലയിലേക്ക് സ്വകാര്യ പ്രൈവറ്റ് സെക്ടറോട് കടന്നു വന്നിരിക്കുന്നു. ടാറ്റാ സ്പേസ് നേരത്തെ ഓൾറെഡി ഇതിനകത്തുള്ളതാണ്, അദാനി, ഇവരെല്ലാം ഓൾറെഡി ഉള്ള, അവരും കൂടി കടന്നു വരുമ്പോഴത്തേനും ഈ രംഗം പാടെ മാറി മറിയുകയാണ്. അവര് കടന്നു വരുന്നതിന് അവരിട്ടിരിക്കുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് ടാക്സീസ് എന്നാണ് അവർ പറയുന്നത്. സ്പേസ് ടാക്സി, അതായത് മറ്റുള്ളവരുടെ ഉപഗ്രഹം ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് എത്തിക്കുന്നു. സ്പേസ് ടാക്സി സംവിധാനമാണ് അവർ കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലായിടത്തും ഒരു മാറ്റം വരുന്നു. നമ്മൾ വിക്ഷേപിക്കുന്ന, പണ്ട് നമ്മൾ ചോദിക്കുമായിരുന്നു ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച പട്ടിണി മാറുമോ എന്ന് ചോദിച്ചാൽ ആ ഉപഗ്രഹം നമുക്ക് പണം നേടിത്തരുന്ന തരത്തിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ഈ മേഖലയിൽ, ഏഷ്യയില് ഇന്ത്യ ഒരു സ്പൈ ഡാറ്റാസ് ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമായി മാറുന്നു എന്നുള്ളതാണ്. അത് ചൈനയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ മേഖലയിൽ ചൈന ഒരു മുടിചൂടാ മനനായി നിൽക്കുമ്പോഴാണ് ഇന്ത്യ വളരെ വേഗം അത് കടന്നു വരുന്നത്. ഒപ്പം തന്നെ ഇത് ഒരുപാട് പേർ, പാകിസ്ഥാൻ അടക്കം ചങ്കിടിക്കുന്ന കാര്യമാണ്. കാരണം ഇതിന്റെ ഡേറ്റാസ് നമ്മൾ ഇസ്രായേലിനടക്കം കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ മറ്റു രാജ്യങ്ങൾക്ക് ഡേറ്റാസ് വിൽക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു നിർണായക റോളിലേക്ക് ഇന്ത്യ എത്തുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക,
അതായത് ആപത്ത് കാലത്ത് നമ്മളെ ആരും സഹായിക്കാൻ വരില്ല. പകരം നമ്മൾ നമ്മുടെ, അതായത് തൊട്ടാൽ പൊള്ളി, ഇപ്പോഴത്തെ പുതിയ ക്യാപ്ഷൻ മാധ്യമങ്ങൾ നൽകി, തൊട്ടാൽ പൊള്ളുന്ന രാജ്യമായി മാറുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ ഒരു തീം. അതായത് നമ്മളെ തൊട്ടാൽ ആ സമയം തീർക്കുക, അതായത് തൊട്ടാൽ പൊള്ളുന്ന രാജ്യം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആയുധക്കരുത്തിലൂടെയും ഉപകരക്കരുത്തിലൂടെയും നമ്മൾ ഒരുപാട് മുന്നേറുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതൊരുപക്ഷെ വലിയ ചർച്ചയായി മാറിയേക്കാം. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, സൈനിക മേഖലയിൽ ഒക്കെ ഗുണകരമായി മുൻപോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ഉപഗ്രഹങ്ങൾ തന്നെയാണ്. ആ മേഖലയിലേക്ക് കൂടുതൽ ഉപഗ്രഹങ്ങൾ, സൈന്യത്തിന്റെ ഓരോ നീക്കം നമ്മൾക്കറിയാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിനെ സക്സസ് ആക്കുന്നതിന് ഒരു വലിയ പരിധിവരെ ഈ ഉപഗ്രഹങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത് ഇന്ത്യ ഒരു സ്പേസ് സുപ്രമസി ഗ്ലോബൽ സൗത്തിൽ നേടുന്നതിലൂടെ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികൾക്ക് ഇന്ത്യയെ ഒരിക്കലും മീറ്റർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യ ഉയർന്നു പോകുന്നു എന്ന് തന്നെയാണ്. 52 സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നു, ISRO ഡാറ്റ ആക്സസ് നേടുന്നു, ജിയോ ഇന്റലിജൻസിൽ ഇന്ത്യ മുന്നിലേക്ക് വരുന്നു, ഇസ്രായേലിന് ശേഷം ജിയോ ഇന്റലിജൻസ് ഫോർ ഹയർ ആയി ഇന്ത്യ മാറുന്നു, ഇന്ത്യയുടെ ചാര സാറ്റലൈറ്റ് ഡാറ്റ NSIL പോലെയുള്ള ലോഞ്ച് കോൺട്രാക്ട് കരാറുകൾ വഴി വിൽക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു, വിദേശ കൺസൾട്ടൻസികൾ വഴിയുള്ള മിക്ക കോൺട്രാക്റ്റുകളും ആൻഡ്രിക്സ് കോർപ്പറേഷൻ വഴി ഇന്ത്യ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മീറ്റർ പിടിച്ച് നമ്മൾ ഒരു 10-15 വർഷം കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചൈന വളർന്നതിനെക്കാട്ടിലും സ്പീഡിൽ ഇന്ത്യക്ക് വളരാൻ സാധിക്കും. പല റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചൈന 50 വർഷം കൊണ്ട് നേടിയെടുത്ത പല കാര്യങ്ങളിലും ഇന്ത്യ വെറും 10 കൊല്ലം കൊണ്ടാണ് ആ കാര്യങ്ങളിൽ വളരെ മികച്ച വളർച്ച നേടിയത് എന്ന് പറയുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വരുന്ന നാളുകളിൽ നമുക്ക് പ്രതിരോധത്തിന് കൂടുതൽ ശക്തി കൊടുത്ത് അല്ലെങ്കിൽ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോകണം. പ്രതിരോധത്തിൽ ഊന്നൽ കൊടുക്കുമ്പോഴും ഈ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതല്ല കാര്യം. ഇതിനകത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മുടെ സാങ്കേതിക വിദ്യയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പോറൽ പോലും കേൾക്കാതെ വിമാനത്തിനെയൊക്കെ ലേസർ അറ്റാക്ക് വഴി ചൈനയൊക്കെ താഴെ ഇറക്കുന്നുണ്ട്. അത് പണ്ടൊക്കെ ആണെങ്കിൽ മിസൈൽ അയച്ച് വിമാനത്തിന്റെ തകർക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ലേസർ അറ്റാക്ക് നടത്തിയാൽ മതി, വിമാനം തനിയെ താഴെ വന്നുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാതയിലേക്ക് ഇന്ത്യ വളരെ വേഗം വരികയാണ്. താങ്ക് യു ബിച്ചേട്ടാ.